5 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ വേട്ടയാടിയതാണ് നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ. എന്നാൽ പ്രതിഭ MLAയുടെ മകൻ കനിവിനോട് എക്സൈസിന് വലിയ കനിവാണ്. കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘം കഞ്ചാവ് ഉപയോഗിച്ച കേസ് എക്സൈസ് അങ്ങ് ഒതുക്കി തീർത്തു. MLAയുടെ മകനെയും കൂട്ടുകാരെയും കേസിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ കുറ്റപത്രവും നൽകി. ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധന നടത്തിയില്ല. സാക്ഷിമൊഴിയും അട്ടിമറിച്ചു. അങ്ങനെ കേസിലെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചയാണ് കനിവ് ഉൾപ്പെടെയുള്ളവർ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കാരണം. കഴിഞ്ഞ ഡിസംബർ 28-നാണ് കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ തകഴി പാലത്തിനടിയിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന പേരിൽ എക്സൈസ് പിടികൂടുന്നത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ എക്സൈസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി പ്രതിഭ MLA രംഗത്തെത്തി. എന്നാൽ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേരെ പ്രതിചേർത്ത് എക്സൈസ് FIR രജിസ്റ്റർ ചെയ്തു. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കനിവ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് എക്സൈസ് അമ്പലപ്പുഴ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒഴിവാക്കപ്പെട്ട 3 മുതൽ 9 വരെയുള്ള പ്രതികളുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കുട്ടനാട് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് രേഖപ്പെടുത്തുമ്പോഴും അത് സ്ഥിരീകരിക്കാത്ത രീതിയിൽ വൈദ്യപരിശോധന ഈ കേസിൽ നടന്നിട്ടില്ല. ലഹരി കേസിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട നടപടിക്രമമാണിത്. 9 അംഗ സംഘത്തെ ചിതറിയോടുന്ന നിലയിൽ കണ്ടുവെന്ന് മാത്രമാണ് ജയരാജ് കേസിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടുവെന്ന് കണ്ടെത്തൽ എവിടെയുമില്ല. ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഏറ്റവും ശ്രദ്ധിക്കുന്നത് താൻ കണ്ടെത്തിയ തെളിവുകൾക്ക് ബലം നൽകുന്ന സാക്ഷിമൊഴികൾ കേസിൽ രേഖപ്പെടുത്തുക എന്നതാണ്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കേസിൽ ആകെയുള്ള 2 സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ല എന്നതാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ആവോളം ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സാക്ഷിമൊഴികൾ പോലും അട്ടിമറിക്കപ്പെട്ടുവെന്ന് വ്യക്തം. അമ്പലപ്പുഴ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പ്രതികളായുള്ളത് 2 പേർ മാത്രമാണ്. ഇവരിൽ നിന്ന് മാത്രമാണ് 3 ഗ്രാം കഞ്ചാവും വലിക്കുന്നതിനാവശ്യമായ ഉപകരണവും കണ്ടെത്തിയിട്ടുള്ളതെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. ഇന്നലെ കേസിൽ ഇടക്കാല റിപ്പോർട്ടും ഇന്ന് കുറ്റപത്രവും ആലപ്പുഴ എക്സൈസ് നാർക്കോട്ടിക് സെൽ CI മഹേഷ് സമർപ്പിച്ചു. MLAയുടെ മകൻ ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചുവെന്ന വകുപ്പ് തല റിപ്പോർട്ട് എക്സൈസ് ആസ്ഥാനത്തെത്തിയിട്ട് മാസങ്ങൾ കഴിയുന്നു. എന്നാൽ അതിന്മേൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദമാണ് കുട്ടനാട് റേഞ്ച് CI കൊണ്ട് ഇത്തരം നടപടികൾക്ക് ബോധപൂർവം വിധേയനാക്കിയതെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് എക്സൈസിന്റെ ഈ നീക്കം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.